പൂനീന്തു. കണ്ണൂർ തളിപ്പറമ്പ് പെരിഞ്ചല്ലൂര് ഗ്രാമത്തിലെ തിരുവാതിരാഘോഷം എന്ന് പറയണത് അവിടുത്തെ വൈദ്യനാഥ ക്ഷേത്രം കാഞ്ഞിരങ്ങാട്ടപ്പൻ്റെ തിരുസന്നിധിയിൽ വെച്ചിട്ടാണ് നടത്താറ്. അവിടെ വീടുകളിൽ തിരുവാതിര ആഘോഷിക്കാറില്ല അത്രേ. അവരെല്ലാവരും ആ വൈദ്യനാഥ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് തിരുവാതിര ആഘോഷിക്കാറ്. തിരുവാതിരയുടെ അന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കൂടി അവിടുത്തെ ഒരു കാഞ്ഞിരമരം ഉണ്ട്. ആ കാഞ്ഞിരത്തിന് കയ്പുണ്ടാവില്ല എന്നാണ് പറയണത്. പാതിരാപ്പൂവ് ചൂടുന്ന നേരത്ത് ആ കാഞ്ഞിരത്തിൻ്റെ ഇലയ്ക്ക് കയ്പുണ്ടാവില്ല എന്നാണ് പറയണത്. അതിൻ്റെ ആ തറയമ്പിൽ ഇരുന്നിട്ടാണ് എല്ലാവരും മൂന്നും കൂട്ടുക. ചില ആൾക്കാർ പറയുന്നുണ്ട് കാഞ്ഞിരത്തിൻ്റെ ഇല മൂന്നും കൂട്ടുന്നു. അതിന് ആ സമയത്ത് കയ്പുണ്ടാവില്ല അത്ര. കാരസ്കര വനം എന്നാണ് പറയുന്നത്. പണ്ട് കാലത്ത് അത് കാരസ്കര വനമായിരുന്നു എന്ന്. അപ്പൊ ആ വനത്തിലാണ് ഈ സൂര്യദേവൻ പൂജിച്ചു വെച്ചതായ ശിവലിംഗം. അപ്പൊ ആ ശിവലിംഗം പ്രതിഷ്ഠിച്ചിട്ടാണ് ഈ കാഞ്ഞിരങ്ങാട് ശിവക്ഷേത്രം. ഈ കാരസ്കര വനം എന്ന് ചുരുങ്ങിയിട്ടാണ് കാഞ്ഞിരങ്ങാട് കാട്. അതാണ് ആദിത്യൻ പൂജിച്ചിരുന്നതായ ശിവലിംഗം പ്രതിഷ്ഠിച്ചത്. അതുകൊണ്ട് ആദിത്യന് പ്രത്യേകതയാണ്. അവ ഈ പൂവാരാധിച്ചൊക്കെ തൊഴുന്ന സമയത്ത് ആദിത്യന് ഈ ഭഗവാന്റെ ശ്രീകോവിലിന്റെ പിന്നിലായിട്ട് കിഴക്കോട്ട് പൂവാരാധിച്ച് തൊഴും. അതാ അവിടെ പ്രത്യേകത. അപ്പൊ ഈ കാഞ്ഞിരം 108 വെറ്റിലയുടെ പകരം എന്നൊന്നും അങ്ങനെ കേട്ടിട്ടൊന്നുമില്ല. ഈ കാഞ്ഞിരത്തറയില് 3 കൂട്ടാനുള്ള വെക്കും. പിന്നെ പറഞ്ഞല്ലോ തിരുവാതിരക്ക് ഇങ്ങനെ കയ്യിൽ കൊടുക്കും. പുത്തൻ തിരുവാതിര, അതായത് ആദ്യത്തെ വേളി കഴിഞ്ഞിട്ടുള്ള വരന്റെ അവര് എല്ലാവർക്കും 3 കൂട്ടാൻ കൊടുക്കും. അപ്പോൾ അത് ഈ ഊണെല്ലാം ഭക്ഷണം തിരുവാതിരയുടെ ഭക്ഷണം എല്ലാം കഴിഞ്ഞ് വന്ന് ഈ കാഞ്ഞിരത്തറയിൽ ഇരുന്നിട്ട് അപ്പോൾ ആ ഒരു മരം ഇപ്പോഴും അങ്ങനെ തറ കെട്ടി സംരക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് വെറ്റിലക്ക് പകരം എടുക്കുന്നതായിട്ടൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. അപ്പൊ ഈ കാടാണ്. അതുപോലെ അവിടെ ഈ ഭഗവതി തെയ്യങ്ങൾ ഇപ്പൊ കണ്ണൂർ ജില്ലയിലൊക്കെ ധാരാളമായിട്ട് ഉണ്ട്, കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ. അപ്പൊ ഈ അമ്പലത്തിന്റെ നടയിൽ കളിയാട്ടം എന്നാ പറയുക. 2 ഭഗവതിമാര്, വേറെയും ഓരോ കോലങ്ങൾ ഉണ്ടാവും. പക്ഷെ 2 ഈ അമ്പലത്തിന്റെ അല്ലെങ്കിൽ ദേവന്റെ ഇതില് ധനു, അതും ധനു 10-നാണ് കളിയാട്ടം. ഇപ്പൊ തെയ്യക്കാലാണ് കണ്ണൂർ ജില്ലകളിൽ. അപ്പൊ ഈ കാഞ്ഞിരത്തറ ഇപ്പോ നല്ല വൃത്തിയായി കെട്ടി സംരക്ഷിച്ച് പണ്ടേ അതെ. അപ്പൊ ആ കാഞ്ഞിരത്തറയിൽ വെച്ചിട്ടാണ് അതിന് ഈ ധനു 18 തിരുവാതിര അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഈ കാഞ്ഞിരത്തിന്റെ ഇലക്ക് കയപ്പില്ല. കഴിക്കാത്ത കാഞ്ഞിരാണ്. അപ്പൊ കഴിക്കാത്ത കാഞ്ഞിര മരം. അപ്പൊ അത് വെറ്റിലക്ക് പകരമായിട്ടൊന്നും എടുത്ത് കാണാറൊന്നും പതിവില്ല. ഇപ്പോഴൊക്കെ എങ്ങനെയാണെന്നറിയാം. അപ്പൊ ഈ കാഞ്ഞിരത്തറ ഇതിരുന്നാണ് കുന്തിദേവി തൻ്റെ ഭഗവാനെ പ്രാർത്ഥിച്ച് തൻ്റെ മക്കൾക്ക് ആയുരാരോഗ്യം, വിജയം, സൗഭാഗ്യം ഒക്കെ നേടാൻ വേണ്ടി കുന്തിദേവി ഭജിച്ചിരുന്നതായ ക്ഷേത്രം. അല്ലെങ്കിൽ ഈ കാഞ്ഞിരത്തറയിൽ ഇരുന്നാണ് അങ്ങനെ ഭജിച്ചു പാണ്ഡവർ ജയിച്ചു എന്നുള്ള വാർത്ത കേൾക്കുന്നതും ഈ ധനു 18-നാണ്. ധനു 18ഉം ഇവിടെ പ്രത്യേകതയാണ്. പിന്നെ പറയുന്നത് ഈ ചാരിത്രശക്തി മഹിളാദ്വിജാനം കാരസ്കരാടവിയിൽ മേവിന കാളകണ്ഠം ചാരത്തു കണ്ടു തൊഴുതേനാഭീഷ്ടസിദ്ധി സ്വൈരം ഭജിച്ചനുദിനം പെരുകെട്ടെളിഞ്ഞാർ. ചെല്ലൂർ നാഥോദയ എന്ന് പറഞ്ഞിട്ട് നീലകണ്ഠ കവിയുടെ ഒരു ചമ്പൂകാവ്യം, മണിപ്രവാള ചമ്പൂകാവ്യം. അതിൽ രാജരാജേശ്വര ക്ഷേത്രത്തിന്റെ ചരിത്രമാണ് പറയുന്നത്. അതിന്റെ പ്രതിഷ്ഠ സംബന്ധിച്ച ഐതിഹ്യം അതാണ് അതിൽ ഇതിവൃത്തം. ഇതിൽ കാഞ്ഞിരങ്ങാട് പ്രതിഷ്ഠിക്കാനുണ്ടായ കാരണം പറയുന്നുണ്ട്. ഈ കാഞ്ഞിരത്തറയും അതുപോലെ ഈ കാഞ്ഞിരങ്ങാട് ഭഗവാൻ ശിവക്ഷേത്രവും അത്രയും പ്രധാനപ്പെട്ടതാണ്. എല്ലാ സൗഭാഗ്യത്തിനും
ആരോഗ്യത്തിനും എന്നാണ് വിശ്വസിക്കുന്നത് ഇന്നും. ആ തീർത്ഥച്ചിറ, അപ്പൊ ഈ അവിടെയൊക്കെ പണ്ട് കാലത്തൊക്കെ ഇങ്ങനെ ഈ ഔഷധ നിറഞ്ഞാന്നല്ലേ പറയുന്നത്. അപ്പൊ ഈ കാടിന്നൊക്കെ ഇങ്ങനെ ഒരുപാട് ഔഷധ സസ്യങ്ങൾ ഉണ്ടാവും മലകളിലും കുന്നിലൊക്കെ, വൃക്ഷങ്ങളും മരങ്ങളും ഇലകളൊക്കെ. അപ്പൊ അതൊഴുകി വന്ന് ഇതിൽ കൂടി ഇങ്ങനെ വന്ന്, അതാണ് അവിടെ ഭജനം പ്രത്യേകമാണ്. അപ്പം അവിടെ ഈ കാഞ്ഞിരത്തറ, അതുപോലെ തന്നെ തറയുടെ കുറച്ച് അപ്പുറത്തൊരു അരയാൽ തറയുണ്ട്. അവിടെയും പ്രദക്ഷിണം വെക്കും. നമ്മൾ രാവിലെ തൊഴുത് ഈ കാഞ്ഞിരത്തറ അതിൽ കൂടിയാണ്, ആ തീർത്ഥച്ചെറയിൽ ഇങ്ങനെ കുളിച്ച് വന്ന് അതിന്റെ വശത്തൂടെയാണ് അമ്പലത്തിലെ നട കയറി മുകളിലേക്ക് എത്തേണ്ടത്. അപ്പോൾ അതെല്ലാം തൊഴുത് കഴിഞ്ഞ് വന്ന് ഈ അരയാൽ തറക്കും പ്രദക്ഷിണം വെക്കും. അപ്പൊ എല്ലാ ആരോഗ്യത്തിനും ഭജിക്കാനുള്ള ഭഗവാൻ. നമസ്കാരം.